പെട്ടെന്ന് താഴേക്ക് നോക്കിയപ്പോൾ എൻ്റെ അപ്പൻ്റെ അടുത്ത് പോവാന്ന്. അപ്പം മരിച്ചിട്ട് മൂന്ന് മാസം ആവണുള്ളൂ. അവൾ പക്ഷേ എന്നോട് ഒരു വാക്ക് കൂടെ പറഞ്ഞു, അവൻ ജീവിച്ചിരുന്ന് കഴിഞ്ഞാട്ടല്ലോ എനിക്ക് അവൻ്റെ കൂടെ ജീവിക്കണമെന്ന് തോന്നുന്നു. എത്ര തെറ്റ് ചെയ്താലും അവനെ സ്നേഹിച്ചോ ഇതുകൊണ്ട്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് TTC വിദ്യാർത്ഥിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് അസ്വാഭാവിക മരണത്തിന് കോതമംഗലം പോലീസ് കേസെടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ആത്മഹത്യാ കുറിപ്പ് പുറത്തേക്ക് വരുന്നത്. ഏറെ വേദനിപ്പിക്കുന്നതും ഞെട്ടിപ്പിക്കുന്നതുമായിട്ടുള്ള വിവരങ്ങളാണ് അതിൽ ഉള്ളത്. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഇനിയും ഇങ്ങനെ ചതിക്കപ്പെട്ട് ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആത്മഹത്യാ കുറിപ്പ് തുടങ്ങുന്നത്. തന്നോട് സ്നേഹമില്ല എന്ന് റമീസ് വീണ്ടും വീണ്ടും തെളിയിച്ചു. എല്ലാം മറന്ന് ഇറങ്ങിച്ചെന്ന തന്നോട് മതം മാറാൻ നിർബന്ധിച്ചു റമീസ് എന്ന് അതിൽ പറയുന്നുണ്ട്. രജിസ്റ്റർ മാരേജ് നടത്തിത്തരാമെന്ന് പറഞ്ഞ് റമീസിൻ്റെ വീട്ടിൽ എത്തിച്ചു. അതിനുശേഷം മതം മാറണമെന്ന് കുടുംബക്കാരെ കൊണ്ട് പറയിച്ചു എന്നും അതിൽ വ്യക്തമാക്കുകയാണ്. ഒടുവിൽ എല്ലാം കാര്യങ്ങൾക്ക് ശേഷം മതം മാറാമെന്ന് സമ്മതിച്ച തന്നോട് വീണ്ടും റമീസും സുഹൃത്തുക്കളും കുടുംബവും ക്രൂരത തുടർന്നു എന്ന് അതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. റമീസിൻ്റെ ചെയ്തികളിൽ ഒരു തരത്തിലുള്ള നടപടിയെടുക്കാനും കുടുംബം തയ്യാറായില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട്. മാതാപിതാക്കൾ തയ്യാറായില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താൻ പോകുന്നു എന്നതാണ് അതിൽ ഏറ്റവും ഒടുവിൽ പറയുന്നത്. മാത്രമല്ല താൻ മരിച്ചോളാൻ സമ്മതം നൽകി റമീസ് എന്നും അതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള കുറ്റബോധവും റമീസിന് ഉണ്ടായിരുന്നില്ല എന്നും അതിൽ വ്യക്തമാക്കുകയാണ്. അമ്മയും ചേട്ടനും തന്നോട് ക്ഷമിക്കണം, അച്ഛൻ്റെ പക്കലേക്ക് താൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആത്മഹത്യാ കുറിപ്പ് അവസാനിക്കുന്നത്. ഞാൻ ഇങ്ങനെ ഓടി വന്നപ്പോഴത്തേക്ക് എൻ്റെ മോള് തൂങ്ങി കിടക്കുക. അവൾ ജീവൻ കൊടുത്ത് അവനെ അങ്ങ് സ്നേഹിച്ചു. പക്ഷെ അവന് മതമായിരുന്നു, അവൻ്റെ മതം മാത്രം നോക്കിയുള്ളൂ, എൻ്റെ കൊച്ചിന് നോക്കിയില്ല. അവളെ സ്നേഹിച്ചത് ശരിക്കുമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് റമീസിനെ കസ്റ്റഡിയിലെടുത്ത് ഈ ആത്മഹത്യാ കുറിപ്പുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെയുള്ള കൂടുതൽ വകുപ്പുകൾ ആഡ് ചെയ്യാനാണ് കോതമംഗലം പോലീസിൻ്റെ തീരുമാനം. എന്തായാലും വിശദമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കും. ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.